ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കേട്ടോ തിരുവമ്പാടി. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതോരം ചേർന്ന മലയോര മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആയ CPM-ലെ ലിൻഡോ ജോസഫ് 2ാം ഊഴം തേടിയിറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്താൽ VS ജോയിക്ക് നറുക്ക് വീണയ്ക്കും. നിലവിൽ എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്? VS രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, തിരുവമ്പാടി ഉറപ്പിക്കുന്നുണ്ടോ VS ജോയ്? അങ്ങനെയെങ്കിൽ ലിൻഡോ ജോസഫും ഒപ്പം VS ജോയും വാശിയേറിയ യുവാക്കളുടെ ഒരു പോരാട്ടത്തിനു കൂടിയാകും വഴിയൊരുങ്ങുന്നതല്ലേ? വിനിത, നിലവിൽ തിരുവമ്പാടി ലീഗിന്റെ സീറ്റാണ്. UDF-ലെ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാണ്. പക്ഷെ പകരം പട്ടാമ്പി സീറ്റ് വേണമെന്നുള്ളതാണ് ആവശ്യം. പട്ടാമ്പി സീറ്റ് കിട്ടിയാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരും. തിരുവമ്പാടിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ VS ജോയ് ആയിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം CP ജോണിന്റെ പേരും പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഈ VS ജോയ് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സഭാ നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം ആ മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ലീഗിൻ്റെ സീറ്റാണ്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് പോലും അല്ലെങ്കിൽ ലീഗ് ആ സീറ്റ് വിട്ടുകൊടുക്കുന്നത് പോലും സഭയുടെ ആവശ്യപ്രകാരമാണ്. തിരുവമ്പാടി മണ്ഡലത്തിലെ ജനസംഖ്യ അനുസരിച്ച് 3ാം സ്ഥാനത്ത് മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളെങ്കിലും സഭാ ആസ്ഥാനമുള്ള തിരുവമ്പാടി മണ്ഡലം അതൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വരണം എന്നുള്ള സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും VS ജോയിയെ പോലെ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നത്. കഴിഞ്ഞ 2 തവണയും LDF ആ സീറ്റ് പിടിച്ചെടുത്തു. ജോർജ് തോമസ് ആണെങ്കിലും ലിൻഡോ ജോസഫ് ആണെങ്കിലും ഒക്കെ ആ സീറ്റ് പിടിച്ചെടുക്കുന്നത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി മത്സരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അതേ അടവ് CPM പയറ്റുമ്പോൾ ഇത്തവണ മത്സരം കുറച്ചുകൂടി കിടക്കും. ലീഗിന് വലിയ തോതിൽ അടിത്തറയുള്ള ലീഗിന് നല്ല വോട്ടുകളുള്ള മണ്ഡലമാണ് ആ മണ്ഡലം. ഇനിയിപ്പോൾ ആ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തതിൽ അവിടെ ലീഗിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടെങ്കിലും ആ അതൃപ്തി പോളിംഗിൽ പ്രകടമാകില്ല എന്നാണ് UDF കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് UDF-ന് ഈ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് ലീഗിലെ ഒരു വിഭാഗത്തിന് അതിർത്തിയുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് CK കാസിം ഉൾപ്പെടെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ കുപ്പായമിട്ട് രംഗത്തിറങ്ങി നിന്നതാണ്. അതുകൊണ്ട് സീറ്റ് നിഷേധിക്കപ്പെടുന്നവരുടെ അതിർത്തിയും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിൽ കൂടി ഈ UDF-നെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് VS ജോയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് VS ജോയ് വേഴ്സസ് ലിൻഡോ ജോസഫ് എന്ന രീതിയിലേക്ക് മത്സരം പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS ജോയ് വരികയാണെങ്കിൽ ലിൻഡോ ജോസഫിന് ഒരു കരുത്തനായ എതിരാളിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലിൻഡോയെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ തുരങ്കപാതയൊക്കെ നിർമ്മിച്ച ഒരു നല്ല ഇമേജോടുകൂടി ഒരു നല്ല MLA എന്നുള്ള ഇമേജോടുകൂടി നിൽക്കുകയാണ്. ആ VS ജോയ് വരുന്നതോടുകൂടി ലിൻഡോ ജോസഫിന്റെ ഇമേജിനെ കൂടി മറികടക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എത്തുമെന്ന പ്രതീക്ഷയാണ് UDF-നുള്ളത്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ചരിത്രം നോക്കിയാൽ അവിടെ 5000-ൽ താഴെയായിരുന്നു തിരുവമ്പാടിയിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. അതായത് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന് പറയാവുന്ന രീതിയിലാണ് തിരുവമ്പാടി മണ്ഡലം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ എങ്ങനെയായിരുന്നു വോട്ട് കണക്ക് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് 2011-ലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് C മോയിൻകുട്ടി, UDF-ലെ C മോയിൻകുട്ടി 56,386 വോട്ടുകളാണ് നേടിയത്. അന്ന് LDF-ന്റെ ജോർജ് M തോമസ് 52,553 വോട്ടുകളാണ് നേടിയത്. ജോസ് കാപ്പാട്ടുമല എന്ന NDA സ്ഥാനാർത്ഥി നേടിയത് 3,894 വോട്ടാണ്. അന്ന് 3,833 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് C മോയിൻകുട്ടി ജയിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 56,386 വോട്ടുകൾ UDF നേടിയപ്പോൾ 52,553 വോട്ടുകളാണ് LDF-ലെ ജോർജ് M തോമസ് നേടിയത്. നമുക്കിനി 2016-ലെ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അന്ന് പക്ഷേ LDF ആണ് അവിടെ ജയം സ്വന്തമാക്കുന്നത്. ജോർജ് M തോമസ് 62,324 വോട്ടുകൾ നേടി. അവിടെ വോട്ട് ശതമാനം ഉയർത്താനായി എന്നതാണ്. ഉമർ മാസ്റ്റർ, UDF-ന്റെ ഉമർ മാസ്റ്റർ അന്ന് 59,316 വോട്ടുകളാണ് നേടിയത്. NDA സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളാകട്ടെ, NDA സ്ഥാനാർത്ഥിയായിരുന്ന ഗിരി പാമ്പനാൽ നേടിയ വോട്ടുകൾ 8,749 വോട്ടുകളാണെന്ന് കാണാൻ സാധിക്കും. അന്ന് 3008 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി ജയിച്ചത്. തിരുവമ്പാടിയിൽ 2021-ൽ കന്നിയംഗത്തിനിറങ്ങിയ ലിൻഡോ ജോസഫ് LDF-ന്റെ സ്ഥാനാർത്ഥി 67,867 വോട്ടുകളാണ് നേടിയത്. UDF-ന്റെ CP ചെറിയ മുഹമ്മദ് ആകട്ടെ 63,224 വോട്ടുകൾ നേടി. അന്ന് NDA-ക്ക് കിട്ടിയത്, ബേബി അമ്പാട്ടിന് കിട്ടിയ വോട്ട് 7,794 മാത്രമാണ്. അന്ന് ഭൂരിപക്ഷം കുറച്ചുകൂടി ഉയർത്തി 4,643 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ലിൻഡോ ജോസഫ് ജയിച്ചത്. ഏതായാലും
നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തുരങ്കപാത ഉൾപ്പെടെ വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് മികച്ചൊരു MLA എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ലിൻഡോ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. ജനകീയനായ MLA കൂടിയാണ് ലിൻഡോ ജോസഫ്. ലിൻഡോ ജോസഫിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, യുവാക്കൾക്ക് ഇടയിൽ നിന്ന് തന്നെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ട് വിജയമുറപ്പിക്കാനായിരിക്കും UDF ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA ആയ ലിൻഡോ ജോസഫിനെതിരെ കോൺഗ്രസ് സീറ്റെടുത്താൽ PS ജോയിക്ക് നറുക്ക് വീണേക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലും ലഭ്യമാകുന്ന വിവരം.